Next is how to take an input value from keyboard during the execution of a program, or how to access values from keyboard while executing our program. നോർമലി ഒരു വേരിയബിളിനകത്ത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ വാല്യൂസ് അപ്ലൈ ചെയ്യാം. ഒന്ന് പ്രോഗ്രാമിംഗ് ടൈമിൽ, സെക്കൻഡ് വൺ ഈസ് ഡ്യൂറിങ് ദി റൺ ടൈം, പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത്. ഇതിന് രണ്ടിനും ഡിഫറൻസ് ഉണ്ട്, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിന് ഒരുപാട് വലിയ മാനങ്ങളുണ്ട് ആക്ച്വലി. ഫോർ എക്സാമ്പിൾ, എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20, print a plus b. Actually, this is a Python program, and while executing this program, it always displays result is 30. So ഈ പ്രോഗ്രാമിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 10ഉം 20ഉം ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയാം. അല്ലാതെ യൂസിങ് ദിസ് പ്രോഗ്രാം വി കനോട്ട് ആഡ് എനി ടു നമ്പേഴ്സ്. ഏതെങ്കിലും രണ്ട് നമ്പർ പ്രിന്റ് ചെയ്യാൻ, ഏത് രണ്ട് നമ്പർ പ്രിന്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോസിബിൾ അല്ല. അതായത് റൺ ടൈമിൽ നമ്മൾ ഫിക്സ് ചെയ്തു, വാല്യൂ ഓഫ് എ നമ്മൾ ഫിക്സ് ചെയ്തു ആൻഡ് വാല്യൂ ഓഫ് ബി നമ്മൾ ഫിക്സ് ചെയ്തു, അല്ലേ? വാല്യൂ എയുടെ ഫിക്സ് ചെയ്തു, വാല്യൂയുടെ ബി ഫിക്സ് ചെയ്തു, ആൻഡ് എ പ്ലസ് ബി എന്നാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ രണ്ട് വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ രണ്ട് വാല്യൂ നമുക്കറിയാം പ്രോഗ്രാമിംഗ് ടൈമിൽ തന്നെ പ്രോഗ്രാമറിന് അറിയാം അതിന്റെ വാല്യൂ 30 ആണ്. വി കനോട്ട് ചേഞ്ച് ദി വാല്യൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിക്യൂഷൻ ടൈമിലൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്നത് രണ്ടാൾക്കാരാണ്, ഒന്ന് പ്രോഗ്രാമറാണ്, മറ്റേത് യൂസറാണ്. പ്രോഗ്രാം യൂസറാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എ പ്രോഗ്രാമർ ഷുഡ് നോ ഓൾ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്, അയാൾക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്തിരിക്കും, അറിഞ്ഞിരിക്കും. പക്ഷെ ഒരു യൂസർ എന്ത് മാത്രം, അയാൾക്ക് എന്ത് അറിയണമെന്നില്ല. ഈ ഡസൻ നോ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിന്റെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ലാംഗ്വേജിന്റെ ഇൻസ്ട്രക്ഷൻസ് അറിയണമെന്നില്ല. അയാൾക്ക് എന്ത് ചെയ്താൽ മതി, ആ പ്രോഗ്രാം യൂസ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി, എക്സിക്യൂഷൻ ചെയ്യാൻ അറിഞ്ഞാൽ മതി, എന്തൊക്കെ ഇൻപുട്സ് അപ്ലൈ ചെയ്യണമെന്ന് അറിഞ്ഞാൽ മതി, അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് അയാൾ വ്യൂ ചെയ്യും. അതാണ് ആക്ച്വലി യൂസർ പെർസ്പെക്റ്റീവ് ഓഫ് വ്യൂ. മറ്റേത് പ്രോഗ്രാമേഴ്സ് വ്യൂ ആണ്. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ഒരു യൂസറിന് ഒരു പ്രോഗ്രാം എനി ടു നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്നതാണ്, ആഡ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് പ്രോഗ്രാം ടൈമിലാണ് നമ്മൾ വാല്യൂ ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്തിരിക്കണം, റൺ ടൈമിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ റൺ ടൈമിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം. അതായത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഏത് വാല്യൂ ആണ് എ, എയുടെ വാല്യൂ എന്തായിരിക്കണം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യും 50. നെക്സ്റ്റ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 20 എന്ന് കൊടുക്കും. അപ്പോൾ 50 + 20 70 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 20യും 50യും സപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ അത് റൺ ചെയ്യുമ്പോഴോ നമുക്ക് ആ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ ചേഞ്ച് ചെയ്യാം? നമുക്ക് വാല്യൂസ്, യൂസറിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വാല്യൂസിനുള്ള സം ഓഫ് ടു നമ്പേഴ്സ് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാമറിന് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രോഗ്രാം തന്നെ മോഡിഫൈ ചെയ്യണം. അതായത് ഇവിടെ നമ്മൾ 30 ആക്കേണ്ടി വരും, ഇവിടെ പിന്നെ 40 ആക്കേണ്ടി വരും, പിന്നും രണ്ടാമത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോഗ്രാം തന്നെ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു നല്ല രീതിയല്ല, യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു പ്രോഗ്രാം ആണെന്ന് നമ്മൾ പറയും. സോ മേക്കിംഗ് എ പ്രോഗ്രാം യൂസർ ഫ്രണ്ട്ലി, വി ഹാവ് ടു റീഡ് ഇൻപുട്സ് ഫ്രം കീബോർഡ് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ടൈം. പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ നമ്മൾ കീബോർഡിനകത്ത് നിന്ന് വാല്യൂ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് പറയാം. അല്ലാതെ പ്രോഗ്രാം ടൈമിലല്ല വാല്യൂ എന്ത് ചെയ്യേണ്ടത്, ഫിക്സ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ നമുക്ക് വാല്യൂസ് എക്സിക്യൂഷൻ ടൈമിൽ അല്ലെങ്കിൽ റൺ ടൈമിൽ നമ്മൾ വാല്യൂസ് കീബോർഡിനകത്ത് നിന്ന് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് യൂസ് സം ഫങ്ഷൻസ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് ആക്ച്വലി ഇൻപുട്ട് എന്ന് പറയുന്നത്. So input is a function which accept values from keyboard during the execution of a program.
അപ്പം എക്സിക്യൂഷൻ ടൈമിൽ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്തെടുക്കാൻ പറ്റും കീബോർഡ് വഴി. അപ്പോൾ അതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ആൻഡ് റോ ഇൻപുട്ട്, ബോത്ത് ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ സെയിം, ബട്ട് ദ ഡിഫറൻസ് ഇസ് ഇത് പഴയ വേർഷനിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ടിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് റോ ഇൻപുട്ട്. ആൻഡ് after 3.6 version we are using only input. ഇൻപുട്ട് എന്നാണ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം 2.6 മുമ്പുള്ള എനിക്ക് തോന്നുന്നു 2 സംതിങ് ആ വേർഷൻസിനൊക്കെ നമ്മൾ റോ ഇൻപുട്ട് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ 3 ഓൺവേർഡ്സ് നമ്മൾ വേർഷൻ 3 ഓൺവേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. എനിവേ ദീസ് ടു സ്റ്റേറ്റ്മെന്റ്സ് ആർ ഡിഫറെന്റ്, ബട്ട് raw input is used in early version Python IDE, and input is used in എനിക്ക് തോന്നുന്നു 3 ആഫ്റ്റർ ആ വേർഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So taking input in Python means developers often have a need to interact with users, either to get a data or to provide some sort of result. Most programs today use a dialog box as a way of asking the user to provide some type of input, while Python provides us with two inbuilt function to read input from keyboard. ആ രണ്ട് ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ് റോ ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട്. റോ ഇൻപുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, യൂസ്ഡ് ഇൻ ഏർലി വേർഷൻ, ബട്ട് നൗഡേയ്സ് വി ആർ യൂസിങ് ഓൺലി ഇൻപുട്ട്. നമുക്ക് നോക്കാം, റോ ഇൻപുട്ടും ഇൻപുട്ടും തന്നെ നമുക്ക് നോക്കിക്കളയാം. Next is raw input. It's a built-in function used to read values from keyboard. The function works in older version like Python 2 point something. This function takes exactly what is typed from keyboard and converting into string and then return to the variable in which we want to store. നമ്മൾ കീബോർഡിനകത്ത് വാല്യൂ റീഡ് ചെയ്യും, സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ അസൈൻ ചെയ്യുന്ന വേരിയബിളിനകത്തേക്ക് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, പ്രോഗ്രാം പൈത്തൺ പ്രോഗ്രാം ഷോയിങ് use of raw input. G is equal to raw input enter name. അപ്പോൾ എന്ത് ചെയ്യും, പ്രിന്റ് ജി. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, അപ്പോൾ റോ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് ചെയ്യും, കോൾ ചെയ്യും. കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ഡിസ്പ്ലേ ചെയ്യുക സ്ക്രീനിൽ, എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞ പ്രിന്റ് ചെയ്യും. അപ്പോൾ എൻ്റെ സ്ക്രീനിൽ ഈ സാധനം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം അടിക്കും, എൻ്റർ ചെയ്യും. ആ എൻ്റർ ചെയ്ത വാല്യൂ അങ്ങോട്ടേക്ക് അസൈൻ ചെയ്യും, ജി എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജി ഷുഡ് ഹാവ് എ വാല്യൂ വിച്ച് ഇസ് read ഫ്രം കീബോർഡ്. അത് കീബോർഡിനകത്ത് റീഡ് ചെയ്ത വാല്യൂ ആയിരിക്കും ജിനകത്തേക്ക് അസൈൻ ചെയ്തത്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് പ്രിന്റ് ജി. ദ വാല്യൂ ഓഫ് ജി ഇസ് ഡിസ്പ്ലേഡ് ഇൻ ദ സ്ക്രീൻ. അതാണ് ആക്ച്വലി സംഭവിക്കുക. അവിടെ നോക്കിയാൽ നിങ്ങൾ എൻ്റർ യുവർ നെയിം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് റോ ഇൻപുട്ട് എന്ന് പറയുന്നത് ബ്രേസിന് കോഡ്സിനകത്ത് ഡബിൾ കോഡ്സിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണോ അത് അതേപോലെ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ നോക്കിയാൽ എൻ്റർ യുവർ നെയിം, അവിടെ നിങ്ങൾ പ്ലീസ് എൻ്റർ യുവർ നമ്പർ എന്ന് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ പ്ലീസ് എൻ്റർ യുവർ നമ്പറിന് ഇവിടെ വരും. എന്നിട്ട് നിങ്ങൾ എന്താണോ കീബോർഡിനകത്തേക്ക് പ്രിന്റ് ചെയ്യുന്നത് ആ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്യും, ജിക്കകത്ത് പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? അതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. Next is here G is a variable which will get the string value typed by the user during the execution of a program. നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് ആ വാല്യൂ ജി എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യും. ടൈപ്പിംഗ് ഓഫ് ഡാറ്റ ഫോർ ദി റോ ഇൻപുട്ട് ഫംഗ്ഷൻ ഈസ് ടെർമിനേറ്റഡ് ബൈ എൻ്റർ കീ. നമ്മൾ അത് അവസാനിക്കുന്ന എപ്പോഴാണ്, എപ്പം വരെയുള്ള ക്യാരക്ടർ ജിക്കകത്തേക്ക് അസൈൻ ചെയ്യും, എൻ്റർ കീ പ്രസ് ചെയ്യുന്ന വരെയുള്ള ക്യാരക്ടർ ജിക്കകത്തേക്ക് അസൈൻ ചെയ്യും. We can use raw input to enter numeric data also. നമുക്ക് 5, 6 എന്ന് പറഞ്ഞ ന്യൂമറിക് വാല്യൂസ് എന്ത് ചെയ്യും, അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. In that case we use a typecasting for more details using. അപ്പോൾ നമ്മൾ അത് എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. 5ഉം 6ഉം ഒക്കെ എൻ്റർ ചെയ്താൽ പോലും നമ്മൾ എന്തായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ, അതൊരു സ്ട്രിങ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. If we want to consider it as a value we should convert it using another function. നമ്മളത് വേറൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കും. ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ,
അപ്പോൾ ഇതാണ് റോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് വെരി സിമിലർ ടു സ്കാൻഎഫ് കുറച്ച് വ്യത്യാസമുണ്ട്. സിക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കാൻഎഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെയാണ്. എനിവേ അത് ഫംഗ്ഷൻ സെയിം ആണ്, സ്കാൻഎഫ് പോലെ തന്നെയാണ്. ഇനി പുതിയ വെർഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഫംഗ്ഷൻസ്, ഇറ്റ്സ് എ ഇൻപുട്ട്. റോ ഇൻപുട്ടിന് പകരം ചുമ്മാ ഇൻപുട്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇൻപുട്ട് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഫസ്റ്റ് ടേക്ക് ദി ഇൻപുട്ട് ഫ്രം ദി യൂസർ and then evaluates the expression, which means Python automatically identifies whether user entered a string or a number or a list. അപ്പോൾ ഇതിനൊരു ഡിഫറൻസും കൂടെ ഉണ്ട്. അപ്പം ഇൻപുട്ടിനകത്ത് നമ്മൾ കീബോർഡിനകത്ത് ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ഫസ്റ്റിൽ എന്ത് ചെയ്യും, ഇന്റർപ്രിറ്റർ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അതെന്ത് ഐഡന്റിഫൈ ചെയ്യും, വെദർ ഇറ്റ് ഇസ് എ സ്ട്രിങ് ഓർ എ നമ്പർ ഓർ എ ലിസ്റ്റ്. സ്ട്രിങ് ആണോ, നമ്പർ ആണോ, ലിസ്റ്റ് ആണോ എന്നൊക്കെ അത് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. If the input provided is not correct, then enter a syntax error or exception is raised by Python. നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്ട്രിങ് എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇഫ് ദി ഇൻപുട്ട് പ്രൊവൈഡ് ഈസ് നോട്ട് കറക്റ്റ്, ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്തത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ജനറേറ്റ് ചെയ്യും, ഒരു സിൻടാക്സ് എറർ ജനറേറ്റ് ചെയ്യും. Python program showing as input. Val is equal to input. Enter your values. Print value. Enter your values എന്നുള്ളിടത്ത് നമ്മൾ കീബോർഡിനകത്ത് എന്തടിക്കും, 1 2 3 എന്നടിക്കും. അതെന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ സ്ക്രീനിൽ 1 2 3 എന്ന് പ്രിന്റ് ചെയ്യും. സോ എന്താണ്, റോ ഇൻപുട്ട് പോലെ തന്നെ, റോ ഒന്നും ഇവിടെ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. എൻ്റർ യുവർ വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. ആ കോളൻ വരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോളൻ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇവിടെ എന്ത് കൊടുത്താൽ മതി, പ്ലീസ് എൻ്റർ എ നമ്പർ നോക്കുകയാണെങ്കിൽ അത് അതേപോലെ പ്ലീസ് എൻ്റർ എ നമ്പർ. ഇവിടെ ഈക്വൽ ടു സൈൻ കൊടുക്കാം, കഴിഞ്ഞാൽ പ്ലീസ് എൻ്റർ ഒരു വാല്യൂ ഈക്വൽ ടു രണ്ടുപേരും. മനസ്സിലായില്ലേ? പ്രിന്റ് എന്നിട്ട് അതെന്ത് ചെയ്യും, എൻ്റർ ചെയ്യുന്ന വാല്യൂ എങ്ങോട്ടേക്ക് അസൈൻ ചെയ്യും, വേരിയബിൾ വാല്യൂവിനകത്തേക്ക് അസൈൻ ചെയ്യും. ആൻഡ് പ്രിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. 1 2 3 എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഹൗ ഇൻപുട്ട് ഫംഗ്ഷൻ വർക്ക് ഇൻ പൈത്തൺ. എങ്ങനെയാണ് ഇൻപുട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്? When input function execute, program flow will be stopped until the user has given an input. നമ്മളൊരു ഇൻപുട്ട് ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. പ്രോഗ്രാം എക്സിക്യൂഷൻ ഫ്ലോ വിൽ ബി സ്റ്റോപ്ഡ് അൺടിൽ ദി യൂസർ ഹാസ് ഗിവൺ ആൻ ഇൻപുട്ട്. യൂസർ എവിടം വരെ സ്റ്റോപ്പ് ചെയ്യും, യൂസർ ഇൻപുട്ട് കൊടുക്കുന്നവരെ, എൻ്റർ കീ പ്രസ് ചെയ്യുന്നവരെ എന്ത് ചെയ്യും, ആ സാധനം പ്രോഗ്രാം എന്ത് ചെയ്യും, program execution stop ചെയ്യും. And after giving a valid input, it start execute. അത് രണ്ടാമത് എന്ത് ചെയ്യും, executions start ചെയ്യും. The text or message is displayed on the screen to ask user to enter input value is optional. The prompt will be printed on the screen is optional. നമ്മൾ എന്തെങ്കിലും സ്ക്രീനിൽ പ്രിന്റ് ചെയ്യണം എന്നില്ല. ഇപ്പം എൻ്റർ യുവർ നമ്പർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അത് ഓപ്ഷനിലാണ് ആക്ച്വലി. മനസ്സിലായില്ലേ? വാട്ട് എവർ യു എൻ്റർ ആസ് ഇൻപുട്ട് ഫംഗ്ഷൻ കൺവേർട്ട് ഇൻ ടു എ സ്ട്രിങ്. നമ്മൾ എന്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇഫ് യു എൻ്റർ എ ഇൻറ്റിജർ വാല്യൂ, സ്റ്റിൽ ഇൻപുട്ട് ഫംഗ്ഷൻ കൺവേർട്ട് ഇൻ ടു എ സ്ട്രിങ്. അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. You need to explicit convert into integer in your code by using typecasting. Typecasting type conversion യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞാൽ? നമ്മൾ എന്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കീബോർഡ് വഴി എന്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇൻപുട്ട് ഫംഗ്ഷൻ ടേക്ക് ഇറ്റ് ആസ് എ സ്ട്രിങ് വാല്യൂ. നമ്മൾ 1 2 3 എന്ന് എൻ്റർ കഴിഞ്ഞാലും ABC എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ദീപക് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ എന്തായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ, consider as a string value and assign to the variable. Suppose if you are entering 1 2 3, it's a value, even though the interpreter or input function will take it as an string variable, string value, and if you want to convert it into a valid integer, you should use a typecasting function. അപ്പോൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അത് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ,
വാല്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ, സോറി സ്ട്രിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞൊരു വാല്യൂ റീഡ് ചെയ്തു, ആൻഡ് 3 4 5 എന്ന് പറഞ്ഞ വേറൊരു വാല്യൂ യൂസ് ചെയ്തു. അത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ 1 2 3 4 5 6 എന്ന് മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യില്ല, അതിന്റെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യും. അങ്ങനെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിഫോർ ആഡിങ് യു ഷുഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ഇൻഡിജർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നം is equal to input enter print num. Num is equal to input enter name print name 1. Print name value. Print type of number, type number എന്ന് പറഞ്ഞിട്ട് നമ്മിന്റെ ടൈപ്പ് എന്താണോ അത് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. പ്രിന്റ് ടൈപ്പ് ഓഫ് നെയിം, നെയിം എന്ന വണ്ണിന്റെ വേരിയബിളിന്റെ ടൈപ്പ് എന്താണോ അത് പ്രിന്റ് ചെയ്യും. ഇവിടെ നോക്കി നിങ്ങൾ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്, ഇത്രയേ പ്രോഗ്രാം ഉള്ളൂ. ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ പ്രോഗ്രാം ഉള്ളൂ. അപ്പൊ ആദ്യം ഈ പ്രോഗ്രാം എന്താ ചെയ്യുന്നത്, രണ്ട് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നം 1 നം ആൻഡ് നെയിം 1. നം ആൻഡ് നെയിം 1 എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ എന്ത് ചെയ്യുന്നുണ്ട്, റീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലേ, നം ആൻഡ് നെയിം 1. അപ്പോൾ കീബോർഡിനകത്ത് വാല്യൂ റീഡ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുന്നു, നമ്പറിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ നമ്പർ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നെയിം എന്ന് പറഞ്ഞ വാല്യൂ കീബോർഡിനകത്ത് റീഡ് ചെയ്യുന്നു, നെയിം 1-നകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. അഗെയിൻ അത് എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ ടൈപ്പ് എന്താണെന്ന് ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നു. ഇവിടെ നോക്കി നിങ്ങൾ എൻ്റർ നമ്പർ 1 2 3 എന്ന് ഇവിടെ സെൻഡ് ചെയ്തു, അതെന്ത് പ്രിന്റ് ചെയ്യുന്നു, അപ്പൊ തന്നെ പ്രിന്റ് ചെയ്യുന്നു 1 2 3. എൻ്റർ നെയിം, ഇവിടെ നമ്മളൊരു ആളുടെ പേര് കൊടുക്കുന്നു, അത് അതേപോലെ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ടൈപ്പ് ഓഫ് നമ്പർ സ്ട്രിംഗ്, ടൈപ്പ് ഓഫ് നെയിം സ്ട്രിംഗ്. രണ്ടും എന്തായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ, സ്ട്രിംഗ് ആയിട്ടേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ എന്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും, നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും എന്തായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ, സ്ട്രിംഗ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ സാധനം നമ്മളത് വാല്യൂ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we should use a typecasting function. Okay.